सुबह के समय भी हम जो है या जो ध्यान परमेश्वर के साथ हम देते हैं। എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. सभी लोगों को और एक बार वचन की सेवाई के लिए स्वागत करता हूँ। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം കഠിനമായിട്ട് ശ്രമിക്കുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. पिछले दिनों में भी हम परमेश्वर का वचन जो है वो मनन करने के परमेश्वर अनुग्रह कर रहे हैं। നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, हमारा प्रार्थना सुनने वाला परमेश्वर, നമുക്ക് ഉത്തരം നൽകുന്ന ദൈവം, हमें उत्तर देने वाला परमेश्वर, പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും മറുപടി നൽകുന്ന ദൈവം, प्रार्थना करने वाले हर एक जन को जो उत्तर देने वाला परमेश्वर, ആ ദൈവസന്നിധിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. वो परमेश्वर के चरणों में हम आए हैं। അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും അതിരാവിലെ ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത്. इसीलिए हम हर दिन ऐसे सुबह उठ के प्रार्थना करते हैं। കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ എല്ലാവരും ഉറങ്ങുമ്പോൾ, എല്ലാവരും വിശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റിരുന്ന് ദേശത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണമുണ്ട്. जैसे परमेश्वर के दास ने कहा कि जो है सभी लोग सोने के समय हम जो है देश के लिए, लोगों के लिए प्रार्थना करते हैं, उसके लिए कारण है। കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും ദൈവം ഓരോ ദിവസവും മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. क्योंकि हम जो है करने वाले हर एक विषय के लिए परमेश्वर जवाब देते जा रहे हैं। ഇന്ന് പകൽക്കാലവും നമുക്ക് ആ ദൈവം മറുപടി നൽകിയ ചില കാര്യങ്ങളെ ചിന്തിക്കാം. आज सुबह भी परमेश्वर ने उत्तर दिया और जो कुछ बातों की हम मनन करते हैं। ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. हम एक वचन पढ़ते हैं। നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. हम सब जानने वाले एक वचन है। 116 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. भजन संगीता 116 उसका पहला आयत। 116 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. भजन संगीता 116 उसका पहला आयत हम पढ़ेंगे। मैं प्रेम रखता हूँ इसलिए कि यहोवा ने मेरे गिड़गिड़ाने को सुना है। യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് അല്പസമയം ശ്രദ്ധാപൂർവ്വം ദൈവസന്നിധിയിലായിരിക്കാം. आज सुबह के समय परमेश्वर जो हमसे बताना चाहते हैं कुछ बातों को हम थोड़ा ध्यान से बैठेंगे। ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. यह भजन संगीता में से लिखा है कि मैं परमेश्वर को प्रेम करता हूँ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ചില കാരണമുണ്ട്. और मैं परमेश्वर को प्रेम करने का कुछ कारण है। പക്ഷെ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് ഒരു കാരണമില്ലായിരുന്നു. लेकिन जो है परमेश्वर हमें प्रेम करने के लिए कुछ कारण नहीं है। ഒരു കാരണവും ഇല്ലാതെ, ഒരു യോഗ്യത ഇല്ലാതെ ഇരുന്നിടത്താണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. बिना कोई कारण और कुछ योग्यता ना होने के समय परमेश्वर ने हमें प्रेम किया है। പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. भजन संगीता में से लिखा है कि मैं परमेश्वर को जो प्रेम करने के लिए कुछ कारण है। ആ ഭക്തൻ പറഞ്ഞ കാര്യം ഏറ്റവും ശ്രദ്ധാർഹമാണ്. तो ये भी भक्त जो बोले हैं वो एकदम जो है हमें देखना है। നമ്മളത് ശ്രദ്ധിക്കേണ്ട ചില കാരണങ്ങൾ അതിലുണ്ട്. ध्यान देने के कुछ कारण है। എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് ഞാൻ സ്നേഹിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. जिसे कहा कि मैं जो कह रहा हूँ उसमें कुछ कारण है। അത് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ അത് കറക്റ്റാ. हमारी जिंदगी के साथ तुलना करने के समय वो सही है। നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കിയേ. हम जिंदगी को जरा परख के देखिए। നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് ചില കാരണങ്ങളില്ലേ? हम परमेश्वर को प्रेम करने के लिए कारण है। ഒരു കാരണവും ഇല്ലാതെ നമ്മൾ ഒരിക്കലും ആ സ്നേഹം പങ്കിടാറില്ല. बिना कोई कारण के हम कभी भी वो प्रेम नहीं करेंगे। അത് ദൈവത്തോടായാലും മനുഷ്യരോടായാലും നമ്മൾ സ്നേഹം പങ്കിടുന്നതിന് ഒരു കാരണമുണ്ട്. वो परमेश्वर से होने दो, मनुष्य से होने दो, हमें जो है प्रेम करने के लिए कारण है। ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒരു കാരണം. भजन संगीता में ऐसा लिखा है कि वो जो प्रेम करने का कारण ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്തു. परमेश्वर ने मेरे लिए कुछ किया है। എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടു. मेरा प्रार्थना और याचना सुना है। അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നത്. सिर्फ इसीलिए मैं प्रेम करता हूँ। ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച് അപ്പൊ പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ, तो इस सुबह के समय से सोच के देखिए कि प्रार्थना नहीं सुना, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല എങ്കിൽ हमें प्रार्थना की जवाब नहीं मिला है, നമ്മുടെ സ്നേഹം അങ്ങനെ നിലനിൽക്കുമോ? हमारा प्रेम वैसी रहेगा क्या? അതോ സ്നേഹത്തിന് മാറ്റം या സംഭവിക്കും? प्रेम को बदलाव होगा? ഇവിടെ ഭക്തൻ പറയുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. यह भक्त कहता है कि प्रार्थना याचना सुना है इसलिए मैं प्रेम करता हूँ। ഈ സങ്കീർത്തനത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ ये भजन संगीता के बारे में अगर हम समझेंगे, ഇതിൽ പ്രധാനമായ രണ്ട് കാര്യങ്ങളുണ്ട്. इसमें दो बातें बताया गया है। ദൈവത്തിന്റെ നന്മയും एक परमेश्वर का भलाई അതിനോടുള്ള ദൈവത്തിന്റെ ഈ സങ്കീർത്തനക്കാരന്റെ പ്രതികരണവും. और जो है ये भजन संगीता जो लिखा है उस वो परमेश्वर के उसके विरुद्ध जो जवाब। അപ്പോ ദൈവം തനിക്ക് നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് तो परमेश्वर ने उनको दिया भलाई को सोचकर ദൈവത്തിന് നൽകുന്ന ആ പ്രതിഫലം അല്ലെങ്കിൽ ദൈവത്തിന് നൽകുന്ന നന്മയെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. तो परमेश्वर को दिया हुआ वो प्रतिफल है उसके बारे में वो देख रहे हैं। ഇന്ന് പകൽക്കാലം നമുക്ക് പ്രൈസ് ദി ലോർഡ്
ദൈവത്തിന്റെ ആമേൻ വചനം ഒന്ന് ശ്രദ്ധിക്കാം. तो आज सुबह के समय परमेश्वर के उस वचन को हम ध्यान देंगे। ഇവിടെ ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് यहाँ पे जो भजन संगीता में ऐसे बोला गया है, ദൈവം തനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് താൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर ने जो तुम्हारे जो भलाई किया है उसको याद करके जो प्रार्थना करते हैं, അപ്പൊ തനിക്ക് വേണ്ടി ദൈവം ചെയ്ത നന്മകളെ ഓർത്തത് കൊണ്ട് മാത്രമാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. तो उनके लिए जो दिया हुआ उसको ध्यान में रख के ही वो करते हैं महिमा। ദൈവത്തിന്റെ നന്മ പ്രവർത്തികൾ കേൾക്കുന്നതിൽ അവൻ ആമേൻ സന്തുഷ്ടനാണ്. तो परमेश्वर ने जो भलाई किया है उसको सुनने में वो संतुष्ट है। മാത്രമല്ല ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള ദയ, सिर्फ वही नहीं, परमेश्वर का जो काम में दिया हुआ दया, ആമേ ദൈവത്തിന്റെ വിമോചന ആമേ പ്രവർത്തനം, ദൈവം തന്നെ വിടുവിച്ചതായ ആ പ്രവർത്തനങ്ങൾ, और परमेश्वर ने जो है छुटकारा दिया हुआ काम, ദൈവത്തിന്റെ ആമേ നന്മ അനുഭവിച്ചുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവത്തെ സ്തുതിക്കുക. परमेश्वर का वो जो है महिमा को जान के जो है भजन संगीता वाले वो परमेश्वर को महिमा दे रहे हैं। താൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ താൻ ദൈവസന്നിധിയിൽ 5 തീരുമാനങ്ങൾ എടുക്കുന്നു. वो परमेश्वर को जो है महिमा देने के समय 5 बातें वो देता है। അത് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നുണ്ട്. तो इस भजन संगीता में ऐसा बोला गया है, തന്റെ 5 തീരുമാനങ്ങൾ, उसके 5 जो है तय करना। അവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ 5 തീരുമാനങ്ങൾ എടുക്കുന്നു. वो 5 जो है तय की बातें वो देता है, കാരണം ദൈവം തന്നെ സ്നേഹിച്ചു തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയത് കൊണ്ട് क्योंकि परमेश्वर उनको प्रेम किया, उनकी प्रार्थना का जवाब दे सकते। അവൻ എടുക്കുന്നതായ 5 തീരുമാനങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും. वो 5 चीजें क्या है वो हम देख सकते हैं। തന്റെ ഒന്നാമത്തെ തീരുമാനം, पहला उसने ये निश्चय किया है, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രാർത്ഥനാ മനുഷ്യനായി മാറുക. जब तक जीवित है तब तक प्रार्थना पुरुष बनना है। അതെ, ജീവിച്ചിരിക്കും കാലം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കുമെന്ന് ഒരു തീരുമാനം താൻ എടുക്കുക. जब तक जीवित तब तक प्रार्थना करने वाले इंसान बनने के लिए उसने तय किया है। എന്തുകൊണ്ടാണ് താൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? वैसा एक तय किया है, ദൈവം പ്രാർത്ഥന കേൾക്കുന്നു, क्योंकि परमेश्वर प्रार्थना सुनते എന്റെ हैं, പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നു. परमेश्वर मेरी प्रार्थना का जवाब देते हैं। ആമേൻ. നമുക്ക് പറയാൻ കഴിയുമോ, क्या हम बोल पाएंगे, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് കൊണ്ട് मेरी प्रार्थना परमेश्वर जो सुनते എന്റെ हैं, ആയുഷ്കാലമൊക്കെ ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനായി മാറും. मैं मेरे पूरे जिंदगी में जो है एक प्रार्थना मनुष्य बनूंगा। ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി मैं തീരും. हमेशा परमेश्वर से प्रार्थना करने वाला व्यक्ति बनूंगा। എന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുന്ന വ്യക്തിയായി തീരും. मेरी जो जरूरत है परमेश्वर को बताऊंगा। ഇത് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ച് മുന്നേറുന്ന വ്യക്തിയായി തീരും. परमेश्वर से जो जवाब मिलके आगे बढ़ने वाला व्यक्ति बनूंगा। അവൻ എടുക്കുന്ന ഒന്നാമത്തെ തീരുമാനം, पहला जो उसका जो तय करना है, ആമേൻ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തന്നെ ജീവിക്കും. मैं जब तक जीवित हूँ एक प्रार्थना करने वाला मनुष्य बनूंगा। ആമേൻ. അതാ 2ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, इसलिए दूसरे आयत में ऐसा कहता है, അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. उसने जो मेरी और कान लगाया है इसलिए मैं जीवन भर उसको पुकारा करूंगा। നോക്കിയേ പ്രിയസഹോദരാ, താൻ എടുത്ത തീരുമാനം. देखिए जो उन्होंने लिया वो निश्चय। ഒന്നാമത് താൻ പറയുന്നു ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നു. पहले तो जो है वो कहते हैं कि परमेश्वर मेरी प्रार्थना सुनता അതുകൊണ്ട് है, തന്റെ ആദ്യത്തെ തീരുമാനവും इसलिए उनका जो पहला तय करना है, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കും ഞാൻ. जब तक जीवित है तब तक प्रार्थना करने वाला इंसान रहूंगा। തന്റെ 2ാമത്തെ തീരുമാനം दूसरा जो उन्होंने तय किया है, ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുക എന്നുള്ളതാണ്. परमेश्वर के चरणों में चलूंगा करके है। തന്റെ 2ാമത്തെ തീരുമാനം, ഞാൻ ദൈവസന്നിധിയിൽ നടക്കും. दूसरा ये कि मैं परमेश्वर के चरणों में चलूंगा, മനുഷ്യരുടെ മുമ്പാകെ നടക്കുമെന്നല്ല, मनुष्य के बीच में चलूंगा ഈ नहीं, ലോകത്തിൽ നടക്കുമെന്നല്ല, दुनिया में चलूंगा नहीं, എന്റെ ഇഷ്ടപ്രകാരം നടക്കുമെന്നല്ല, अपने आप पे चलूंगा नहीं, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് നടക്കുമെന്നല്ല, से लोग बोलेंगे वो सुन के चलूंगा, ऐसा नहीं। ദൈവത്തോട് കൂടെ ദൈവ മുൻപാകെ നടക്കും. परमेश्वर के साथ परमेश्वर के चरणों में चलूंगा। അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, इसलिए वचन कहता है, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. हानोक जो परमेश्वर के साथ साथ चला, ആമേ, ദൈവത്തോട് കൂടെ നടന്നത് കൊണ്ട് ദൈവം അവനെ എടുത്തു. परमेश्वर के साथ साथ चला इसलिए परमेश्वर ले लिए। ഇവിടെ ആമേൻ, ഈ ഭക്തൻ പറയുന്നത് ഞാൻ ദൈവസന്നിധിയിൽ നടക്കും. यहाँ भी भक्त कहते हैं कि परमेश्वर के चरणों में मैं चलूंगा। നമ്മുടെ നടപ്പ് ദൈവസന്നിധിയിലായിരിക്കുക. हमारा जो चाल चलन है परमेश्वर के चरणों में होना चाहिए, ലോകപ്രകാരമായി തീരരുത്, दुनिया की तरह नहीं होना चाहिए, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുവാനായി തീരരുത്, दूसरों को प्रसन्न करने नहीं होना चाहिए, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി തീരരുത്. दूसरों को खुश करने नहीं होना चाहिए। മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചാൽ നമുക്കൊന്നും ലഭിക്കത്തില്ല. दूसरों को खुश करने से हमें कुछ नहीं होगा। കാരണം എന്തെന്ന് ചോദിച്ചാൽ, कारण ये है നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ कि जो दूसरों को खुश करते हैं നമ്മുടെ മുൻപാകെ അവർ നമ്മെ ഉയർത്തും, हमारे सामने वे हमें जो उठाएंगे, നമ്മുടെ മുമ്പാകെ അവർ നമ്മെ പുകഴ്ത്തും. हमारे सामने जो है वो हमें जो है प्रसन्न करेंगे, ആമേ, പിന്നിൽ നിന്ന് നമുക്ക് വിരോധമായി സംസാരിക്കും. फिर पीठ पीछे हमारे विरोध बात करें। അതാണ് മനുഷ്യന്റെ സ്വഭാവം. वो है मनुष्य का स्वभाव। അതുകൊണ്ട് ഈ ഭക്തൻ പറയുന്നു, इसलिए भक्ति कहता है ഞാൻ
ദൈവസന്നിധിയിൽ നടക്കും. मैं परमेश्वर के चरणों में चलूंगा. അതെ, ദൈവസന്നിധിയിൽ ഞാൻ നടക്കും. हाँ, परमेश्वर के चरणों में चलूंगा. മൂന്നാമത് താൻ എടുക്കുന്ന ഒരു തീരുമാനം, तीसरा वो जो कहता है രക്ഷയുടെ പാനപാത്രം എടുക്കും ഞാൻ. उद्धार का पात्र उठाऊंगा. രക്ഷയുടെ പാനപാത്രം ഞാൻ എടുക്കും. उद्धार का जो पात्र उठाऊंगा. കാരണം ദൈവം എന്നെ രക്ഷിച്ചത്, क्योंकि परमेश्वर जो मुझे उद्धार किया, അത് ഞാൻ ദൈവസന്നിധിയിൽ എടുക്കും. मैं वो परमेश्वर के सामने लेके आऊंगा. മാത്രമല്ല और वो ही नहीं, നാലാമത് താൻ പറയുന്നു, चौथा वो कहता है ദൈവവുമായി ചെയ്ത വാഗ്ദത്തം പരസ്യമായി നിവർത്തിക്കും. परमेश्वर के साथ किया हुआ जो वायदा है वो पूरे सभी के सामने पूरा करूंगा. നമ്മൾ എത്ര പേര് ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്? हम में से कितने जन है जो इसे ध्यान देते हैं? നമ്മൾ അനേകർ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാറുണ്ട്. हम अनेक लोग परमेश्वर के चरणों में जो है तय करते हैं. ദൈവത്തോട് ചില വാഗ്ദത്തങ്ങൾ പറയാറുണ്ട്. हम कुछ जो है वायदे करते हैं. ദൈവത്തോട് ചിലത് നമ്മൾ അങ്ങോട്ട് പറയാറുണ്ട്. परमेश्वर को बोलते हैं. നമ്മളത് പൂർത്തീകരിക്കുന്നുണ്ടോ? तो क्या हम पूरा करते हैं? അത് മറ്റുള്ളവരുടെ മുമ്പാകെ നിവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? दूसरों के सामने हम उसे पूरा कर पाते हैं? ഇവിടെ ഭക്തൻ പറയുന്നു, സകല ജനവും കാണുക ഞാനത് നിവർത്തിക്കും. यह भक्त कहता है कि सभी लोग देखते हुए मैं इसे पूरा അത് करूंगा. പരസ്യമായി തന്നെ ഞാൻ ചെയ്യും. मैं ऐसे ही करूंगा करके बोला है. ഒരു രഹസ്യ വിശ്വാസിയായിരിക്കുവാനല്ല, सिर्फ एक रहस्य में करने वाला विश्वासी नहीं, രഹസ്യമായി നടക്കുവാനല്ല, रहस्य में चलने के लिए नहीं, ഇത് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരായി തീരണം. वो सभी लोग के सामने प्रत्यावन करते हुए, പരസ്യമായി വിളിച്ചു പറയുന്നവരായി തീരണം. वो सभी लोग के सामने बोलने वाला होना चाहिए. ദൈവവുമായി താൻ ചെയ്ത വാഗ്ദത്തം परमेश्वर के साथ किया हुआ वायदा അത് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കും. वो सभी लोग को ही करना चाहिए. 14 വാക്യത്തിൽ അങ്ങനെയാ പറയുന്നത്, 14 आयत में ऐसे लिखा है, ഞാൻ പരസ്യമായി അത് പ്രഖ്യാപിക്കും. मैं जो है सभी लोग के सामने बोलूंगा. ആമേൻ. മാത്രമല്ല सिर्फ वही नहीं, 5ാമത്തെ തന്റെ തീരുമാനം, जो है उनका 5वां जो निश्चय है, എപ്പോഴും ദൈവസന്നിധിയിൽ സ്തോത്രം അർപ്പിക്കുന്ന വ്യക്തിയായി തീരും. हमेशा परमेश्वर के चरणों में धन्यवाद बोलने वाले व्यक्ति, എല്ലാ കാര്യത്തിലും സ്തോത്രം അർപ്പിക്കുന്ന വ്യക്തിയായി തീരും. सारे बातों में धन्यवाद कहने वाला. ദൈവം എനിക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സ്തോത്രം അർപ്പിക്കുന്നവനായി തീരും. परमेश्वर ने मुझे किया हुआ सारे कार्य में जो धन्यवाद ഈ സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? कि वह संगीता जो लिखा उनके साथ हम भी बोल सकते हैं? ഈ സങ്കീർത്തനക്കാരനെ പോലെ ഞാനും ഇരുന്ന് പകൽക്കാലം ചില തീരുമാനങ്ങൾ എടുക്കും. ये वन संगीता लिखा जैसा वैसे मैं भी जो है आज सुबह कुछ निश्चय करूंगा. ഒന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു പ്രാർത്ഥനാ മനുഷ്യനായി, പ്രാർത്ഥനാ വ്യക്തിയായി മാറുക. एक जब तक जीवे तब तक प्रार्थना करने वाले मनुष्य बनना. രണ്ടാമത് ദൈവസന്നിധിയിൽ നടക്കുക. दूसरा मनुष्य के चरणों में चलना. അടുത്ത രക്ഷയുടെ പാനപാത്രം എടുക്കുക. फिर उद्धार का पात्र उठाना. ദൈവമായി ചെയ്ത വാഗ്ദത്തം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുക. परमेश्वर के साथ क्या वायदा लोगों के सामने बोलना. അത് പരസ്യമായി തന്നെ നിവർത്തിക്കുക. पूरा करना. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ആമേൻ, സ്തോത്രം അർപ്പിക്കുന്ന വ്യക്തിയായി തീരുക. वही नहीं, धन्यवाद देने वाले व्यक्ति. എപ്പോഴും സ്തോത്രം ചെയ്യുന്നവരായി തീരുക. हमेशा धन्यवाद देने वाले व्यक्ति. അതാണ് ദൈവവചനം പറയുന്നത്. ये परमेश्वर का वचन. ആമേൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, यहाँ वन संगीता वाले ऐसे कहते हैं. ആമേൻ. 17ാം വാക്യത്തിൽ പറയുന്നത്, 17 आयत में ऐसा लिखा है, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. मैं तुझको धन्यवाद बलि चढ़ाऊंगा और यहोवा से प्रार्थना करूंगा. അതെ, ദൈവസന്നിധിയിൽ സ്തോത്രയാഗം അർപ്പിക്കുന്നവരായി തീരുക. हाँ, परमेश्वर के सामने धन्यवाद का बलि चढ़ाने वाले होना चाहिए. കാരണം സങ്കീർത്തനം പറയുന്നത്, ये वन संगीता में ऐसा बोला है, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ जो स्तुति का बलि चढ़ाता है യഹോവയെ മഹത്വപ്പെടുത്തുന്നു. वो परमेश्वर को महिमा देता है. അതെ, സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ धन्यवाद का बलि चढ़ाने वाला ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. परमेश्वर को महिमा देता है. ദൈവം രക്ഷയുടെ വഴി അവന് കാണിച്ചു കൊടുക്കും. परमेश्वर उद्धार का जो है मार्ग राह उसे दिखाते हैं. ആമേൻ. അതുകൊണ്ട് സ്തോത്രയാഗം അർപ്പിക്കുന്നത് इसलिए धन्यवाद का जो बलि चढ़ाना നാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല, मनुष्य को प्रसन्न करने नहीं, മനുഷ്യരെ കാണിക്കുന്നതല്ല, मनुष्य को दिखाना नहीं, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ്, परमेश्वर को प्रसन्न करना है, ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. परमेश्वर को खुश करना है. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? तो हमें क्या करना चाहिए? സ്തോത്രയാഗം അർപ്പിക്കുന്നവരായി തീരും. धन्यवाद का बलि चढ़ाना है. ദൈവം ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് परमेश्वर ने किया हुआ जो भलाई को याद करके എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരും. हमेशा परमेश्वर को धन्यवाद करना. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, सोच के देखिए, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തിലൂടെ यीशु मसीह का क्रूस पे जो बलिदान देते हुए, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ സങ്കീർത്തനക്കാരൻ പറയുന്നതിനേക്കാളും കൂടുതൽ ये वन संगीता वाले बोलने से भी ज्यादा ഇന്നത്തെ വിശ്വാസികൾ आज के विश्वासी ആമേൻ, യേശു ക്രിസ്തു ചെയ്ത സകല ഉപകാരങ്ങൾക്കും यीशु मसीह ने किए हुए सारे उपहार को എന്ത് പകരം കൊടുക്കുമെന്ന് कितना क्या बदले में देंगे करके നാം ഓരോ ദിവസവും നമ്മോട് തന്നെ ചോദിക്കണം. हम हर एक दिन अपने आप को पूछना है. സങ്കീർത്തനക്കാരൻ പറയുന്നത്, वन संगीता वाले कहते हैं, യഹോവയുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. परमेश्वर मेरी प्रार्थना सुनते हैं इसलिए मैं ये सब कर रहा हूँ. എന്നാൽ പുതിയ നിയമ വിശ്വാസികളെ लेकिन नया नियम के യേശു विश्वासी ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി തന്നത്, यीशु मसीह हमारे लिए जो दिया है, തന്നെ നമുക്ക് വേണ്ടി നൽകി തന്നത്, अपने आप को अपने लिए दिया है, ആമേൻ, അതിന് പകരമായി നമ്മൾ എന്താ ദൈവത്തിന് इसके കൊടുക്കുന്നത്? बदले में हम क्या दे सकते हैं? ദൈവത്തോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയത്. परमेश्वर के विरुद्ध जो प्रेम है बहुत बड़ा. ആമേൻ, ദൈവത്തോടുള്ള സ്നേഹമാണ് നമുക്ക് ഏറ്റവും വലിയത്. परमेश्वर के विरुद्ध जो प्रेम है वो ही बड़ा. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है, ആവർത്തനങ്ങളുടെ പുസ്തകം जो है
व्यवस्था विवरण അതിന്റെ 6-ാം അധ്യായം उसका 6वां अध्याय അതിന്റെ 4-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, उसका 4था आयत में ऐसा बोला है, ഇസ്രായേലെ കേൾക്ക, हे इज़राइल सुन, യഹോവ നമ്മുടെ ദൈവമാകുന്നു, यहोवा हमारा परमेश्वर है, യഹോവ ഏകൻ തന്നെ. यहोवा एक ही है. നിന്റെ ദൈവമായ യഹോവയെ तू अपने परमेश्वर यहोवा से നീ പൂർണ്ണ ഹൃദയത്തോടും अपने सारे मन പൂർണ്ണ മനസ്സോടും और सारे जीव പൂർണ്ണ ശക്തിയോടും और सारी शक्ति के साथ സ്നേഹിക്കണം. प्रेम रखना. മാത്രമല്ല सिर्फ यही नहीं, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന और ये आज्ञाएं जो मैं तुझे आज दूंगा, ഈ വചനങ്ങൾ ये जो तुझको सुनाता हूँ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. तेरे मन में बनी रहे. നോക്കിയ ദൈവത്തോടുള്ള സ്നേഹമാണ് ആമേൻ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. देखिए परमेश्वर के जो है विरुद्ध जो प्रेम है वो हमें जो है बताना है. ദൈവത്തോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയത്. परमेश्वर से जो प्रेम है वही सबसे बड़ा है. ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണമെന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. परमेश्वर से जो प्रेम है उसे प्रकट करना करके परमेश्वर चाहते हैं. ആമേൻ. അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമാക്കി തീർക്കുക. तो हमारी जिंदगी में उसको अनुभव कराना, ആമേൻ. നാം അത് വെളിപ്പെടുത്തുക. वो हम प्रकट करना, അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. वही परमेश्वर चाहते हैं हमारे. കാരണം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ परमेश्वर वचन कहता है, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഏറ്റവും വലിയ ഒരു നിയമ പണ്ഡിതനായ ഒരു വ്യക്തി सबसे बड़ा एक जो नियम का पंडित एक व्यक्ति, ആമേൻ ഒരിക്കൽ വന്ന് ദൈവത്തോട് ചോദിച്ചു, वो आके परमेश्वर यीशु से पूछा, ആമേൻ, ഗുരുവേ, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? हे गुरु सबसे बड़ा जो है आगे कौन सा है? അവനൊരു നിയമ പണ്ഡിതനാ. वो एक नियम का पंडित है. ആ നിയമമെല്ലാം അവൻ അറിയാമെന്നുള്ളവനാ. नियम पता है करके है, വ്യവസ്ഥയെല്ലാം അവൻ പഠിച്ചവനാ. वो व्यवस्था से पता പിന്നെ पढ़ा എന്തുകൊണ്ട് അവൻ ഇങ്ങനെ വന്ന് ചോദിക്കുന്നു? क्यों ये ऐसा है कि पूछता है? പ്രൈസ് ദി ലോർഡ്, ഈ ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലിയത്? ये न्याय जो ये जो आज्ञा दिया है इसमें सबसे ज्यादा वो बड़ा आगे कौन सा है? ആമേൻ. അപ്പൊ ഈ ന്യായപ്രമാണത്തിലെ വലിയ കൽപ്പന അവൻ അറിയത്തില്ല. ये व्यवस्था में कौन सी आगे बढ़ी उनको नहीं पता. അവനെല്ലാം പഠിപ്പിക്കുന്നവനാ. वो सब कुछ सिखाता है. അവനെ കുറിച്ച് പറയുന്നത് അവനൊരു പണ്ഡിതനാ. उसके बारे में लिखा है कि वो एक पंडित है. ആമേൻ. അവൻ ദൈവത്തോടൊന്ന് ചോദിക്കുക. वो आके परमेश्वर से पूछा. യേശു അവന് കൊടുത്ത മറുപടി, तो यीशु मसीह ने उनका आके दिया നിന്റെ था, ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും അവനെ സ്നേഹിക്കണം. उसने उसे कहा, तू परमेश्वर अपने प्रभु से अपने सारे मन और अपने सारे प्राण और अपनी सारी बुद्धि के साथ प्रेम रख. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. ये सबसे बड़ा जो आज्ञा है, ഏറ്റവും വലിയ കൽപ്പന എന്നുള്ള ഇതാ. सबसे बड़ा आज्ञा यही है. അപ്പൊ ആ കൽപ്പന പ്രമാണിക്കുന്നതാ നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം. तो वो जो आज्ञा जो है रखते हैं वही परमेश्वर सबसे बड़ा है. കാരണം 1 കൊരിന്ത്യർ 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹമാണ് നിലനിൽക്കുന്നത് ഏറ്റവും വലിയത്. क्योंकि पहला कोरिन्थियों 13 अध्याय का 13 आयत में लिखा है कि प्रेम है जो सबसे बड़ा है. അത് ഏറ്റവും വലിയതും എന്ന് നിലനിൽക്കുന്നതുമാണ്. सबसे बड़ा भी है और हमेशा रहता भी है. അപ്പൊ അത് ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മൾ വെളിപ്പെടുത്തണം. वो परमेश्वर से जो प्रेम है वो हमें जो है प्रकट करना है. കാരണം ദൈവം നമ്മോട് തന്റെ സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ परमेश्वर जो है अपना प्रेम हमें प्रकट करने के समय നാമും നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തേണ്ടതാകുന്നു. हम भी अपना प्रेम प्रकट करना है. നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാ? हमारा प्रेम कैसे प्रकट करे? യേശു പറഞ്ഞു, यीशु मसीह ने कहा, എന്റെ കൽപ്പന പ്രമാണിക്കുന്നത് തന്നെ, जो है मेरे आज्ञा को मानना എന്റെ ही, കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് എന്നോടുള്ള സ്നേഹം. मेरे आज्ञा का मानना ही मेरे लिए प्रेम है. യേശു നമ്മോട് പറഞ്ഞ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുമ്പോൾ हमें जो यीशु मसीह दिया हम जो प्रकट जो है नियमों को रखने के समय, ആമേൻ, കർത്താവിന്റെ കൽപ്പന പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ उस आगे के अनुसार हम जीने के നമ്മൾ समय കർത്താവിനെ സ്നേഹിക്കുന്നു. हम परमेश्वर को प्रेम करते हैं. ആമേൻ. വചനം പറയുന്നു, वचन कहता है കർത്താവിനെ സ്നേഹിക്കുന്നത് പറയുകയും परमेश्वर को प्रेम करते करके बोलने അവന്റെ के लिए, കൽപ്പന പ്രമാണിക്കാതിരിക്കുമ്പോൾ और उसका जो है आगे को नहीं मानना, ആമേൻ, നമ്മുടെ ഉള്ളിൽ സത്യമില്ലാതായി മാറും. हमारे अंदर जो है सच्चाई नहीं है. നമ്മൾ അസത്യവാദികളായി തീരുന്നു. हम असत्य जो बोलने वाले बनते हैं. അതുകൊണ്ട് इसीलिए ആമേൻ, നമ്മൾ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. हम हमेशा परमेश्वर को प्रेम करने वाले, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നവരായി തീരുക. परमेश्वर के जो आज्ञा को मानने वाले बने, ആമേൻ. പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന, जो सताओं से जो मुश्किलों से बचाने वाले, ആമേൻ, നമ്മോട് ആ ദൈവത്തിന്റെ നന്മ ദൈവം നമ്മെ പ്രകടിപ്പിക്കുമ്പോൾ जो परमेश्वर का वो जो भलाई को परमेश्वर प्रकट करने के समय നാം ദൈവത്തെ അധികമായി സ്നേഹിക്കണം. हम परमेश्वर को अधिक प्रेम करना. ഇവിടെ സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്. यहाँ पे वैसे किताब मैंने ऐसी लिखी ആമേൻ. है. അവൻ പറയുന്നത്, ആമേൻ, എന്റെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. वैसे बोले कि प्रार्थना याचना सुनते हैं, इसलिए परमेश्वर को धन्यवाद देता हूँ. ഒന്ന് നോക്കിയേ, ആമേൻ, അവൻ അധികം തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത് यह सोच के देखिए अपना जो है प्रेम को ऐसे प्रकट करता है. തന്നോട് ദൈവം ആമയെ കാണിച്ചതായ ആമയെ കാര്യങ്ങളാണ്. उनको जो परमेश्वर ने जो दिखाया हुआ बातों को, എന്ന് പറഞ്ഞാൽ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. അതുകൊണ്ടാണ് ऐसे बोलते हैं जो है उनका जो है प्रार्थना का जवाब मिला. ऐसा ആമേൻ, തന്റെ ആമേൻ ആവശ്യങ്ങളെ ദൈവം
കേട്ട് അതിന് മറുപടി നൽകി. उनकी जरूरतों को जो है सुन के परमेश्वर जवाब देते हो। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കും ആ ദൈവത്തെ ആമേൻ ഇന്ന് പകൽക്കാലം ഒന്ന് ആഴമായി സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? हमें भी जो परमेश्वर को गहराई से प्रेम करने के लिए होता है, അതോ നമ്മൾ എപ്പോഴും ആമേൻ ഇങ്ങനെ വാய் കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണോ? या हम जो है सिर्फ ऐसे अपने मुंह से बोलते हैं? ആമേൻ. നമുക്ക് ഉത്തരം നൽകി തന്ന ആമേൻ വിഷയങ്ങളിൽ हमें जो उत्तर दिया हुआ जो विषय है, നമ്മൾ ആമേൻ ആ സങ്കീർത്തനക്കാരനെ പോലെ हम भी जो वंश संहिता के लिखा हो जैसे ചില തീരുമാനങ്ങൾ എടുത്ത് कुछ जो है बातें को तय करके ആമേൻ ദൈവസന്നിധി നിൽക്കുവാൻ നമ്മൾ ഒരുക്കമാണോ? परमेश्वर के चरणों में रुकने के लिए हम तैयार है क्या? ആമേൻ. ഇവിടെ വചനം പറയുന്നത് ये वचन कहता है ദൈവം എന്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. परमेश्वर में प्रार्थना सुना, इसलिए मैं परमेश्वर को धन्यवाद देता हूँ। ദൈവം പ്രാർത്ഥന കേട്ട അനേക സംഭവങ്ങൾ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. वचन में देख सकते हैं कि परमेश्वर जहाँ जहाँ प्रार्थना सुना है, ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ അനേക വിഷയങ്ങൾ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. परमेश्वर ने जो प्रार्थना सुना, जो कई सारे ऐसे विषय हैं हम देख सकते हैं। ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു വ്യക്തിയെ ഒന്ന് പരിചയപ്പെടാം. हम एक व्यक्ति को परिचय करते ആമേൻ. നമുക്ക് ഏറ്റവും പരിചയമുള്ള വ്യക്തിയാ. हैं, हम सब जानने वाले व्यक्ति, നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു വ്യക്തിയാ. हम हमेशा बोलने वाले व्यक्ति हैं। ഒന്ന് ദിനവൃത്താന്തം जो है पहला इतिहास, അതിന്റെ 4-ാം അധ്യായം उसका 4वां अध्याय, അതിന്റെ 10-ാം വാക്യം. उसका 10वां आयत। അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, वहाँ पे ऐसा हम पढ़ते हैं, യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. तो वहां पे पहला इतिहास 4 का 10 में ऐसा लिखा है, और याबेस ने इजराइल के परमेश्वर को यह कहकर पुकारा कि भला होता कि तू मुझे सचमुच आशीष देता और मेरा देश बढ़ाता और तेरा हाथ मेरे साथ रहता और तू मुझे बुराई से ऐसा बचा रखता कि मैं उससे पीड़ित ना होता, और जो कुछ उसने मांगा वो परमेश्वर ने उसे दिया। ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചേ, यहाँ पे ध्यान दीजिए, അവൻ അപേക്ഷിച്ചത് ദൈവം അവന് നൽകി. जो उसने अपेक्षा किया परमेश्वर ने दिया, അവൻ ദൈവത്തോട് ചോദിച്ചത് ദൈവം അവന് നൽകി. जो परमेश्वर से पूछा परमेश्वर ने दिया। ഇന്ന് പകൽക്കാലവും ദൈവത്തിന് പറയാനുള്ളത്, आज सुबह के समय परमेश्वर को जो बोलना है, നിങ്ങൾ ആമേൻ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവം നൽകും. तुम जो परमेश्वर से पूछते हो परमेश्वर तुम्हें दे। ഇതാ ദൈവവചനം പറയുന്നത്. कोई परमेश्वर का वचन कहता है, പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് पिता पुत्र के महत्व करने के लिए പുത്രനിൽ കൂടെ നൽകി തരും. पुत्र के द्वारा देते हैं। എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, उसके नाम से जो है बोलने वाले सारे, യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് यीशु मसीह के नाम में जो है विनती करते हुए പിതാവ് പുത്രനിൽ കൂടെ നൽകി തരും. पिता पुत्र के द्वारा कराते हैं। പിതാവ് യേശുവിന്റെ നാമത്തിൽ അത് നൽകി തരും. पिता यीशु मसीह के नाम से वो करके देंगे। ഇവിടെ പറയുന്നത് यहाँ पे बोला गया ഈ है, അബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. यब्बेस जो है परमेश्वर से प्रार्थना की। അവൻ ദൈവത്തോട് ചോദിച്ച ഒരു കാര്യം, परमेश्वर से पूछा हुआ एक बात है, ആമേൻ പ്രൈസ് ദി ലോർഡ്, എനിക്ക് ആയുസ് നീട്ടിത്തരണം. मुझे जो है लंबाई दीजिएगा, ആമേൻ എന്നെ ഇവിടെ അധിക നാൾ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കണം. मुझे और समय इस धरती पे रखना, എനിക്ക് ഈ ലോകത്തുള്ള ധനമാന സമ്പത്തുകളെല്ലാം നൽകണം. ये जो है दुनिया के सारे धन समय देना, മറ്റുള്ളവരുടെ മുമ്പാകെ എന്നെ വലിയൊരു വ്യക്തിയായി മാറ്റണം. दूसरों के सामने एक बड़ा इंसान बनाना। അതൊന്നുമല്ല അവൻ ചോദിച്ചത്. ये कुछ भी नहीं पूछा, ഈ ലോകത്തിലുള്ള എന്തെങ്കിലും എനിക്ക് നൽകിയാൽ മതിയെന്നല്ല ये ചോദിച്ചത്. दुनिया का कुछ भी चाहिए करके नहीं पूछा है। ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഒന്ന് പരിശോധിച്ചാൽ हमारी प्रार्थना को अगर हम जांचेंगे, അതിന്റെ ഭൂരിഭാഗവും നമ്മുടെ പ്രാർത്ഥന എന്താണ്? उसमें जो है आधी बात हमारी प्रार्थना क्या है, ഈ ലോകത്തിലെ നന്മകൾ നമുക്ക് നൽകി തരണം. ये जो है दुनिया के जो है भलाइयों को हमें देना कर। നമ്മൾ ഈ ലോകത്തിലെ നന്മകൾക്ക് വേണ്ടി മാത്രം ഉപവസിക്കുന്നവരുണ്ട്. ये दुनिया के भलाइयों के लिए सिर्फ हम जो उपवास लेते हैं। ഞാൻ ഈ ലോകത്തിലെ നന്മകൾ പ്രാപിക്കരുതെന്ന് ഞാൻ പറയത്തില്ല. मैं ये नहीं बोलता हूँ कि इस दुनिया की भलाई को प्राप्त मत करो, കാരണം ഞാൻ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത്, क्योंकि मैं परमेश्वर का वचन पढ़ने से मैंने समझा है, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് परमेश्वर हमें अनुग्रह करते हैं, ആത്മീകത്തിൽ അനുഗ്രഹിക്കും, आत्मा में अनुग्रह करते हैं, ഭൗതികത്തിൽ അനുഗ്രഹിക്കും, भौतिक में आराधना करते हैं, ശാരീരികമായി അനുഗ്രഹിക്കും, जो शारीरिक रूप से अनुग्रह करते हैं, മാനസികമായി അനുഗ്രഹിക്കും. और मनुष्य रीति से भी करते हैं। ഈ 4 വിധമായ അനുഗ്രഹങ്ങൾ ദൈവം മനുഷ്യൻ നൽകിയിട്ടുള്ളത്. ये सब जो अनुग्रह परमेश्वर दिया है मनुष्य ഈ को, 4 വിധമായ അനുഗ്രഹങ്ങളും നമ്മൾ ദിവസവും പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. और ये जो 4 प्रकार के अनुग्रह हम हमेशा प्राप्त करना करके परमेश्वर चाहते हैं। ഈ 4 വിധമാകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ अगर ये 4 अनुग्रह हम नहीं प्राप्त करते हैं, ദൈവസന്നിധിയിൽ നമ്മൾ കുറവുള്ളവരാണ്. परमेश्वर के वचन में जो है फिर कमी घटिया है। ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. ऐसा मैं समझता हूँ। അതുകൊണ്ട് ഭൗതികത്തിന് ഞാൻ വിരോധമല്ല. इसलिए भौतिक रीति से जो है विरोध में नहीं हूँ। ഭൗതികമായും ദൈവം അനുഗ്രഹിക്കാൻ ശക്തനാണ്, भौतिक रीति से मनुष्य अनुग्रह करने की शक्ति है। ആത്മീകമായും അനുഗ്രഹിക്കാൻ ശക്തനാണ്, आत्मिक रीति से भी अनुग्रह कर सकते हैं, ശാരീരികമായി അനുഗ്രഹിക്കാൻ ശക്തനാണ്, शारीरिक रीति से भी अनुग्रह कर सकते हैं, മാനസികമായി
നമ്മെ അനുഗ്രഹിക്കാണ് ദൈവശക്തി. मानसिक रीति से भी परमेश्वर अनुग्रह करने के അപ്പൊ लिए। 4 വിധ അനുഗ്രഹങ്ങളെ ദൈവം പറയുന്നത്. तो 4 प्रकार के अनुग्रह परमेश्वर कहते हैं। ഇതെങ്ങനെ പ്രാപിക്കാം? तो ये कैसे हम प्राप्त कर सकते हैं? അതിനുള്ള വഴി പുതിയ നിയമത്തിൽ യേശു പറയുന്നുണ്ട്. उसका जो तरीका है, जो नया नियम में यीशु मसीह कहते हैं, ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, पहले मेरे राज्य धार्मिकता की खोज करो, അതോട് കൂടെ ഇതൊക്കെ ലഭിക്കും. उसके द्वारा ये सब कुछ मिलेगा करके। ആമേൻ. ബാക്കിയുള്ള 3 അനുഗ്രഹങ്ങൾ ഇതിന്റെ പിന്നാലെ വരും. ये बाकी जो 3 अनुग्रह उसके पीछे पीछे आएगा। അങ്ങനെയല്ലേ ദാവീദ് പറയുന്നേ? ऐसे दाविद कहता है ना, നന്മയും കരുണയും जो है अनुग्रह भलाई എന്റെ പിന്നാലെ, എന്റെ ആയുഷ്കാലം ഒക്കെയും എന്റെ പിന്നാലെ വരുമെന്ന്. मेरे जो है आयु पूरा जो मेरे पीछे पीछे आएगा करके। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നന്മയും കരുണയും अनुग्रह और भलाई എങ്ങനെയാ വരുന്നേ? कैसे आने वाला है? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, संगीत में से बोला है, ആമേൻ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും ये अनुग्रह भलाई जो है मेरे जीवन भर എന്നെ പിന്തുടരുമെന്ന. मेरे साथ साथ रहेगी करके। ഞാൻ അതിന്റെ പിന്നാലെ പോകേണ്ട, मैं उसके पीछे नहीं जाऊंगा, ഞാൻ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. उसके पीछे आने की जरूरत है नहीं। ഞാൻ പിന്നെ എന്തിന്റെ പിന്നാലെ പോകേണ്ടത്? किसके पीछे आना चाहिए? ദൈവത്തിന്റെ വചന രാപ്പകൽ ധ്യാനിക്കുക, परमेश्वर के वचनों को दिन रात मनन करना, ദൈവത്തിന്റെ വചനപ്രകാരം മുന്നേറുക, परमेश्वर के वचन के अनुसार जो आगे बढ़ना है, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. परमेश्वर के जो है आज्ञाओं को मानना है। അപ്പോൾ എന്താ ചെയ്യുന്നത്? तो क्या होगा? നന്മയും കരുണയും എന്റെ പിന്നാലെ വരും. जो भलाई करना मेरे पीछे पीछे आएंगे। നന്മയുടെയും കരുണയുടെയും പിന്നാലെ നമ്മൾ പോയാൽ ആത്മീക അനുഗ്രഹം നമുക്ക് ലഭിക്കത്തില്ല. भलाई अनुग्रह के पीछे हम जाएंगे तो आत्मिक नहीं मिलेगा। ആമേൻ. അതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല. उसके पीछे हमें जाने की जरूरत नहीं है। ദാവീദ് പറയുന്നു, അത് എന്റെ പിന്നാലെ വരാനുള്ളത്. दाविद कहता है वो मेरे पीछे आने की बात അപ്പോ है। ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. पहले परमेश्वर का राज्य और धार्मिकता की खोज करना है। ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിൽക്കുമ്പോൾ परमेश्वर के चरणों में हम जैसे रुकना है वैसे रुकेंगे तो നമുക്ക് ലഭിക്കാനുള്ളതൊക്കെയും ലഭിക്കും. हमें जो मिलना है सब मिलेगा। ഇന്ന് അനേകർ പ്രാർത്ഥിക്കാൻ പറയുന്ന വിഷയം, आज बहुत लोग प्रार्थना करने बोलने वाला विषय, ആമേൻ, എന്റെ സാമ്പത്തിക വിഷയത്തിൽ ഞാൻ പരാജയമാണ്. मेरे जो है संपत्ति के इसमें आर्थिक में मैं जो है कमजोर है। പ്രൈസ് ദി ലോർഡ്. എനിക്ക് മറ്റുള്ളവരെ പോലുള്ള ധനവും സമ്പത്തൊന്നുമില്ല. मुझे दूसरों के समान जो है धन संपत्ति नहीं है। എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ परमेश्वर का वचन पढ़ने के समय നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ദൈവം അറിയുന്നു. तुम्हें क्या आवश्यक करके परमेश्वर जानते हैं। പക്ഷെ നിങ്ങൾ ആകേണ്ട രീതിയിലൊന്ന് ആയിത്തീരുമ്പോൾ तुम जब जैसा होना है वैसे होगे तो നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കും. तुमको जो चाहिए वो मिलेगा। നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, तुम परमेश्वर के चरण में रुकने के समय, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം നിൽക്കുമ്പോൾ, परमेश्वर के वचन के अनुसार रुकने के समय ദൈവം നിങ്ങൾക്ക് സകലത നൽകി തരാമെന്ന വാഗ്ദത്തം. परमेश्वर तुम्हें सब कुछ दे करके है वायदा। അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് പിന്നാലെ ഓടണ്ട, इसीलिए हम जो दुनिया के जो भलाई के पीछे नहीं जाना है, ദൈവത്തിന്റെ പിന്നാലെ നമ്മൾ പോയാൽ മതി. हमें परमेश्वर के पीछे जाना है। അതോടൊപ്പം നമുക്ക് ഇതൊക്കെയും ലഭിക്കും. उसके पीछे हमें ये सब कुछ मिलेगा। ഏതൊക്കെ ലഭിക്കും? क्या सब मिलेगा? ഭൗതികം ലഭിക്കും, भौतिक मिलेगा, ശാരീരികം ലഭിക്കും, शारीरिक मिलेगा, മാനസികമായി ലഭിക്കും, मानसिक रीति से मिलेगा ആത്മീകമായി ലഭിക്കും. और आत्मिक रीति से मिलेगा। അപ്പോ ഒരു വഴിയിൽ നമ്മൾ പോകുമ്പോൾ और तो एक रास्ते में जाने के ഇതെല്ലാം समय നമ്മുടെ പിന്നാലെ വരും. ये सब हमारे पीछे पीछे रहेगा। എന്നാൽ നമ്മൾ ഭൗതികത്തിന്റെ പിന്നാലെ ഓടിയാൽ भौतिक के पीछे जाएंगे तो ഇതൊന്നും നമ്മെ പിന്തുടരത്തില്ല. ये कुछ भी हमें पीछे नहीं आएगा, ഇതൊന്നും നമ്മോട് കൂടെ വരത്തില്ല. ये कुछ भी हमारे पीछे नहीं रहेगा। അതാ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. परमेश्वर का वचन कहता है। യബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചത് एबेस जब प्रार्थना किया എന്താ था, പ്രാർത്ഥിച്ചത്? क्या प्रार्थना किया था? ആമേൻ. അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, तो उनके जो जीवन में अभी जो है अवस्था, ഇപ്പോൾ അവനൊരു വ്യസനപുത്രനായി वो മാറിയിരിക്കുക. अभी जो ऐसा व्यसन पुत्र बना है। അവനെ കാണുന്നവരെല്ലാം ഒരു വ്യസനപുത്രൻ എന്നാണ് വിളിക്കുന്നത്. उनको देखने वाला सभी लोग जो ऐसे बोला गया है, അവനെ കാണുന്നവരെല്ലാം അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. वो सभी लोग जो उनका विरोध बोल रहे हैं। ആമേൻ. അവൻ ദൈവത്തോട് പറഞ്ഞത്, परमेश्वर कहता है ആമേൻ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. मुझे निश्चय अनुग्रह करना है। എന്താ അനുഗ്രഹിക്കേണ്ടത്? क्या है अनुग्रह करना? എന്റെ അതിരുകളൊന്ന് വിസ്തീർണമാക്കണം. मेरे जो क्या है इसको बड़ा करना है। ആമേൻ. ഞാനിപ്പോ ഞെരുക്കത്തിലിരിക്കുക. मैं बहुत सकीश में हूँ। അവൻ പറയാനുള്ള കാരണം, वो बोलने का कारण ये है, ദാവീദ് പറഞ്ഞു, दाविद कहता ഞാൻ है, ഞെരുക്കത്തിലിരുന്നപ്പോൾ जब मैं सकेती में था, ഞാൻ ദൈവത്തെ നിലവിളിച്ചു. मैं परमेश्वर को जो पुकारा, ദൈവം എനിക്ക് വിശാലത വരുത്തി. परमेश्वर ने मुझे जो है बड़ा किया, ദൈവം എനിക്ക് വിശാലത വരുത്തി. परमेश्वर ने मुझे बड़ा किया। അത് മനസ്സിലാക്കിയ യബ്ബേസ് तो जो समझा हुआ यबे ദൈവത്തോട് പറയുക, परमेश्वर से कहता എന്റെ है, അതിരുകളെ ഒന്ന് വിസ്തീർണമാക്കണം. जो है मुझे थोड़ा बड़ा कीजिए। ഞാനിപ്പോ ഞെരുക്കത്തിലിരിക്കുക. मैं जो बहुत सकेती में हूँ, ഞാനിപ്പോ ഞെരുക്കത്തിലിരിക്കുക. मैं बहुत सकेती में हूँ। ആമേൻ. നീ എന്നെ तो അനുഗ്രഹിച്ച് अनुग्रह करके എന്റെ അതിരുകളെ ഒന്ന്
मेरे വിശാലമാക്കണം. जो है देश को जो बढ़ाना है, ആമ എന്റെ അതിരുകളൊന്ന് വിശാലമാക്കണം. मेरे देश को बढ़ाना है। മാത്രമല്ല सिर्फ वही നിന്റെ नहीं, കൈ എന്നോട് കൂടെ ഇരിക്കണം. तेरा हाथ मेरे साथ रहना। എനിക്ക് അനർത്ഥമായിരുന്നത്, जो कुछ भी मेरे लिए बुराई था, എനിക്ക് വ്യസനകാരണമായി जो मुझे ഇരുന്നത്, पीड़ा दे रहा था, അത് എന്നെ വേദനിപ്പിക്കാതെ വണ്ണം वो मुझे पीड़ा नहीं देते എന്നെ हुए കാക്കണം. मुझे बचाना, എന്നെ ഒന്ന് കാക്കണം. मुझे जो बचाना। അനർത്ഥമായത് എനിക്ക് വ്യസനകാരണമായി തീരരുത്. बुराई जो है वो मेरे लिए पीड़ित ना हो, അതാണ് അവൻ അപേക്ഷിച്ചത്. वही वो उसने अपेक्षा की അവൻ വേറെ ഒന്നും ചോദിച്ചില്ല. और कुछ नहीं पूछा। എന്റെ വചനം പറയുന്നു, वचन कहता है, ഞാൻ അപേക്ഷിച്ചതൊക്കെയും और वो जो अपेक्षा के सभी को ദൈവം അവന് നൽകി. परमेश्वर ने उसे दिया। ഇന്ന് പകൽക്കാലവും वैसे आज सुबह നാം ദൈവത്തോട് ചോദിക്കുന്നതൊക്കെയും परमेश्वर से हम जो कुछ मांगते हैं നമുക്ക് നൽകി തരുവാൻ वो देने के लिए ദൈവം വിശ്വസ്തൻ. परमेश्वर विश्वस्त है। നാം എന്ത് ചോദിച്ചാലും നൽകി തരാമെന്ന ദൈവം പറഞ്ഞത്. हम जो कुछ भी पूछेंगे परमेश्वर देने कर कहा है। ശലോമോൻ പറയുന്നു, सुलेमान कहता അവൻ है, ദൈവത്തോട് ചോദിച്ചു, परमेश्वर से पूछा, അവൻ ചോദിക്കാത്ത കാര്യം കൂടെ കൊടുത്തു. नहीं पूछा बाद भी मिला। അവൻ ദൈവത്തോട് എന്താ ചോദിച്ചത്? क्या पूछा था परमेश्वर എനിക്ക് से? പരിജ്ഞാനം വേണം, मुझे ज्ञान चाहिए, ഈ ജനത്തെ നയിക്കണം. ये लोगों को चलाने के लिए। എന്റെ അപ്പൻ ഈ ജനത്തെ നയിച്ചു, मेरे पिता ये लोगों को चलाए, പരിജ്ഞാനത്തോടെ നയിച്ചു. ज्ञान से चलाए हैं, അതുകൊണ്ട് വാർദ്ധക്യം വരെയും അവൻ രാജാവായിരുന്നു. इसीलिए बुढ़े होने तक वो राजा था। അവൻ മരണം വരെയും ഈ ജനത്തെ പരിപാലിച്ചു. मृत्यु होने तक इन लोगों को चलाते गया। ആമേൻ. അവന്റെ മുമ്പിൽ സകല ശത്രുക്കളെ നീ പരാജയപ്പെടുത്തി. इनके सामने सारे शत्रु को तूने हरा दिया, അവനെ വിജയാളിയായി നീ നടത്തി. जयवंत बनाकर चलाया। എന്നാൽ എനിക്ക് लेकिन मुझे ഈ ജനത്തെ നടത്തുവാനുള്ള പരിജ്ഞാനമില്ല. ये जो है लोगों को चलाने के लिए ज्ञान नहीं है, അവനെ പരിജ്ഞാനമാണ് ചോദിച്ചത്. इसलिए उसने ज्ञान के लिए ഇന്ന് प्रार्थना की। പകൽക്കാലം നമുക്ക് ആവശ്യം आज सुबह के समय हमें भी ഈ आवश्यक है, പരിജ്ഞാനമാ, ये ज्ञान है, ഈ തിരിച്ചറിവാ. ये जो समझ है, ഈ പരിജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ ये जब ये ज्ञान है मिलने के समय, ആമേൻ ഹല്ലേലൂയ, നമുക്ക് മുന്നേറാൻ കഴിയും. तब जो है हम आगे बढ़ सकते हैं। നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് हमें जो दिया हुआ അത് പൂർത്തീകരിക്കാൻ കഴിയും. पूरा भी हो सकता है, ഇത് പൂർത്തീകരിക്കണമെങ്കിൽ पूरा होना है, നമുക്ക് ഈ പരിജ്ഞാനം വേണം. हमें ज्ञान चाहिए। ശലോമോൻ പരിജ്ഞാനം ചോദിച്ചു. सुलेमान जो है उसने ज्ञान मांगा, ദൈവം എന്താ കൊടുത്തേ? उसने क्या दिया? പരിജ്ഞാനം മാത്രമല്ല सिर्फ കൊടുത്തത്, ज्ञान नहीं दिए അവൻ है, ചോദിക്കാത്ത ചിലത് കൂടെ കൊടുത്തു. जो कुछ भी उसने नहीं पूछा वो भी मिला, കാരണം വെറും പരിജ്ഞാനം പോരാ, क्योंकि सिर्फ ज्ञान नहीं चाहिए होता, ഇനിയും അതിൽ കൂടെ ഇനിയും ചില കാര്യങ്ങൾ കൂടെ വേണമെന്ന് ദൈവത്തിന് അറിയാം. और अधिक जो है काम चाहिए परमेश्वर जानते हैं, അതുകൊണ്ട് അവൻ അധികമായി തന്നെ ദൈവം കൊടുത്തു. इसीलिए वो और अधिक दिया। ആമേൻ. അതുകൊണ്ട് ദൈവവചനം പറയുന്നത്, परमेश्वर वचन कहता है, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. जो हम सोचने से भी ज्यादा उसके भी बढ़कर, ആമേൻ. നമ്മൾ പാടാറുണ്ട്, हम गाते हैं, അർഹിക്കാത്ത നന്മകൾ, जो है नहीं योग्यता नहीं था वो बातें, ഞാൻ ചോദിക്കാത്ത നന്മകൾ. मैं नहीं पूछा भलाई, ആമേൻ. അതുകൂടെ ദൈവം തന്നു. वो भी जो है परमेश्वर मुझे दिया। എങ്ങനെയാ തന്നത്? कैसे दिया है? ആമേൻ. ദൈവസന്നിധി നമ്മൾ ആകേണ്ട രീതിയിലാകുമ്പോൾ, जब तुम परमेश्वर के चरणों में जैसा होना है वैसे होते हो, നമ്മൾ നിൽക്കേണ്ട രീതിയിൽ നിൽക്കുമ്പോൾ जैसे हम जैसे रुकना है वैसे रुकते हैं, ദൈവം നമുക്ക് അധികമായി നൽകി തരും. परमेश्वर जो है अधिक दिल से हमें देंगे। ഇവിടെ ആമേൻ യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. यहाँ पे अवेश भी जो है प्रार्थना करता അവൻ है, അപേക്ഷിച്ചതിനെ ദൈവം കൊടുത്തു. तो वो जिसका जो मांगा है वो परमेश्वर दिया उनको। ഇന്ന് പകൽക്കാലവും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, आज सुबह के समय भी अगर हम प्रार्थना करने तैयार है, तो നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാണെങ്കിൽ, परमेश्वर से पूछने तैयार है, നമ്മൾ तो ചോദിക്കുന്നതിലും हम पूछने से भी നനയ്ക്കുന്നതിലും और सोचने से भी അത്യന്തം പരമായി और जो है उससे बढ़कर നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവശക്തനാണ്. हमें तृप्त करने के लिए परमेश्वर शक्तिमान। കാരണം ദൈവവചനം പറയുന്നു, ये परमेश्वर वचन कहता है, നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. जो तुम्हारे मुंह को जो है भलाई से भरूंगा। പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, इसलिए मत्ती किताब में कहा गया है, നിങ്ങൾ എന്നോട് ചോദിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് നൽകി തരാം. मुझे पूछो मैं तुम्हें दे दूंगा। ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നൽകുന്നു. परमेश्वर से पूछने से मैं परमेश्वर को देता है। എന്നാൽ യോഹന്നാൻ പറയുന്നു, परंतु यूहन्ना कहता है, യോഹന്നാന്റെ സുവിശേഷം यूहन्ना का किताब 15-ാം അധ്യായത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ 115 में जाएंगे, അതിന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, वहां पे उसका 7 वचन में ऐसा लिखा, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കണമെങ്കിൽ, तुम जो प्रार्थना के वो जो मिलना है, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകി തരണമെങ്കിൽ, तुम जो कुछ मुझे पूछे वो मिलना है, तो നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? क्या करना है? നിങ്ങൾ എന്നിലും तुम मुझ में, എന്റെ വചനം നിങ്ങളിലും मेरा वचन तुम में വസിക്കണം. बने रहना है। അതെ, നിങ്ങൾ എന്നിൽ വസിക്കണം, हाँ, तुम मुझे बने रहना है, എന്റെ വചനം നിങ്ങളിൽ വസിക്കണം. मेरा वचन तुम्हें बने रहना है। എന്നാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. तो हम जो कुछ सोचते हैं उसको मांगो और तुम्हें मिल जाएंगे। അപ്പോ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഇരിക്കണം. सिर्फ भविष्य का वचन हमारे अंदर रहना है। നമ്മൾ പ്രാർത്ഥിക്കുന്നത് വചനപ്രകാരമായിരിക്കണം. हम जो प्रार्थना करते हैं वचन के अनुसार होना चाहिए। വചനപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ദൈവം നൽകി തരാൻ തയ്യാറാണ്. वचन के द्वारा जो हम प्रार्थना करते हैं सब परमेश्वर देने तैयार है। പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വചനപ്രകാരമല്ല. कई बार हमारी जो प्रार्थना है वचन के अनुसार नहीं होता, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണം, हमारी जो इच्छा चलना है, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം.
हमारी जो आवश्यक അത് ദൈവത്തിന്റെ ഹിതമാണോ എന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. परमेश्वर का वो इच्छा है क्या भी नहीं सोचते हैं। ദൈവഹിതത്തിനനുസരിച്ചാണോ നമ്മൾ ചോദിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. परमेश्वर की इच्छा के अनुसार मैंने मांगा है कि हम सोचते नहीं है। എന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയും और फिर प्रार्थना करने से बोलते हैं, കർത്താവിന്റെ ഹിതം നിറവേറട്ടെ. प्रभु की जो इच्छा पूरी हो। അത് ദൈവത്തിന്റെ ഹിതമാണോ എന്ന് എങ്ങനെ മനസ്സിലായി? परमेश्वर की इच्छा करके कैसे पता चला? വചനപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ, वचन के अनुसार प्रार्थना करने के समय, വ്യവസ്ഥ പ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ व्यवस्था के अनुसार प्रार्थना करने के ദൈവം समय നൽകിത്തരാൻ വിശ്വസ്തനാണ്. परमेश्वर देने के लिए विश्वास, നമ്മുടെ അവസ്ഥ പ്രകാരമല്ല, हमारी अवस्था के अनुसार नहीं, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം. परमेश्वर की व्यवस्था के अनुसार ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. परमेश्वर ने व्यवस्था दिया। അതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. यही वहाँ पे यूहन्ना कहता है എന്താ? क्या है? ദൈവത്തിന്റെ വചനം നമ്മിലുണ്ടായിരിക്കണം. परमेश्वर का वचन हमारे अंदर होना നമ്മൾ चाहिए। ദൈവത്തിൽ വസിക്കണം. हम परमेश्वर में वास करना, നമ്മൾ ദൈവത്തിൽ വസിക്കാതെ परमेश्वर वास ना करते നമുക്ക് ദൈവത്തൊന്നും പ്രാപിക്കാൻ हम കഴിയത്തില്ല. कुछ भी प्राप्त नहीं कर सकते हैं। ദൈവത്തെ വിട്ട് പിന്മാറിയാൽ, परमेश्वर को छोड़ के जो पीछे नहीं അല്ലെങ്കിൽ चल सकते। ദൈവഹിതമില്ലാതെ परमेश्वर की इच्छा के നമ്മൾ अनुसार ജീവിച്ചിട്ട് हम नहीं നമ്മൾ जिएंगे, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ परमेश्वर से मांगेंगे तो ദൈവത്തെ പ്രാപിക്കാൻ കഴിയത്തില്ല. प्राप्त नहीं कर पाओगे। കാരണം ദൈവവുമായിട്ടൊരു കണക്ഷൻ ആവശ്യമാണ്. परमेश्वर के साथ एक संबंध जरूरी है, ദൈവവുമായിട്ടൊരു ബന്ധം ആവശ്യമാണ്. परमेश्वर के साथ एक बंधन जरूरी है। ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിലേ तो परमेश्वर के साथ एक बंधन रहेगा, ദൈവം തരുന്നതെല്ലാം നമുക്ക് പ്രാപിക്കാൻ तो കഴിയത്തുള്ളൂ. परमेश्वर जो कुछ भी देते तो प्राप्त कर पाएंगे। ദൈവം തരുന്നത് പ്രാപിക്കണമെങ്കിൽ अगर परमेश्वर जो देते प्राप्त करना है तो നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം വേണം. हम परमेश्वर के साथ एक बंधन होना ആ चाहिए। ബന്ധമില്ലാതെ वो नहीं है तो ദൈവത്തെ വിട്ടകന്ന് हम परमेश्वर से अलग हो നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് अपने इच्छा से जाकर ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ परमेश्वर अनुग्रह नहीं किया करके बोलकर അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? क्या उसमें कुछ भी अर्थ है? ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന വ്യക്തി परमेश्वर की व्यवस्था के अनुसार जीने वाला व्यक्ति എന്തപേക്ഷിച്ചാലും നൽകിത്തരും. जो कुछ भी मांगता है मिलेगा। യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ यूहन्ना का सुसमाचार उसका 9वां अध्याय पढ़ने के समय ആലയത്തിന്റെ പുറത്തിരുന്ന അന്ധനായ ഒരു വ്യക്തി, जो है मंदिर के बाहर बैठने वाले एक अंधा व्यक्ति, അവനിതാ ആമേൻ പറയുകയാണ്, वो ऐसा कहता है ദൈവ വ്യവസ്ഥ പ്രകാരം അപേക്ഷിക്കുന്നതൊക്കെയും ദൈവം നൽകിത്തരും. परमेश्वर की व्यवस्था के अनुसार जो भी मांगते हैं मिलता है। അവൻ ആരോട് പറയുന്നറിയാമോ? किसे बोल रहा पता है? യഹൂദ പ്രമാണിമാരോട് പറയുന്നത്. यहूदी के प्रमाण के लिए बोल रहा है। യഹൂദ പ്രമാണിമാരോട് അവൻ പറയുന്നത്, यहूदी के मुखियों को बोल रहा है ആമേൻ യേശു ദൈവപുത്രനാണ്. पर यीशु जो है परमेश्वर का पुत्र है। യേശു ദൈവവചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണ്. यीशु परमेश्वर के वचन के अनुसार जीने वाला व्यक्ति है। അതുകൊണ്ടാണ് യേശു എന്നെ സൗഖ്യപ്പെടുത്തിയത്. इसीलिए यीशु मसीह मुझे चंगा किया है। യഹൂദ പ്രമാണിമാര് പറയുന്നു, यहूदी के जो मुख्य बोलते हैं അവനൊരു പാപിയാണ്, वो एक पापी है, നീ അവനെ പുകഴ്ത്തരുത്, तो उसे जो है नहीं सब बड़े करो, ദൈവത്തിന് മഹിമ കൊടുക്കണം. बल्कि परमेश्वर को महिमा दो। അവൻ പാപിയായ മനുഷ്യനാണ്. वो पापी व्यक्ति है। അപ്പോൾ ഈ കുരുടനായ മനുഷ്യൻ പറയുന്നത്, अंधा व्यक्ति कहता है അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, पापी है क्या नहीं पता, मुझे नहीं पता, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. तो एक बात मुझे पता है, എന്റെ ഇത്രയും കാല അനുഭവത്തിൽ ഒന്ന് എനിക്ക് പറയാൻ കഴിയും. ये इतने साल के अनुभव से मैं एक बात कह सकता हूँ, ഇത്രയും കാലം ഞാനിവിടെ ഒരു ഭിക്ഷക്കാരനായിരുന്നു. इतने साल जो है मैं यहाँ जो एक भिखारी था, ഈ ആലയത്തിന്റെ മുൻപ് ഒരു ഭിക്ഷക്കാരനായിരുന്നു. ये जो है मंदिर के सामने एक भिखारी था, ഇവിടെ അനേകർ വന്നുപോയി, कई लोग आए गए हैं, ആരും എനിക്ക് ഈ ഒരു വിടുതൽ നൽകിയില്ല. कोई भी छुटकारा नहीं दिया है, ആരുടെയും പ്രവൃത്തി കൊണ്ട് എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. किसी के भी काम की तरह मुझे उद्धार नहीं मिला है। എന്നാൽ ഇപ്പോൾ ഇതാ ഒരു വ്യക്തി വന്നു, लेकिन अभी जो एक व्यक्ति आया എന്നെ സൗഖ്യമാക്കി. मुझे चंगा किया, അപ്പോൾ ഈ വ്യക്തിയാണ് നീതിമാൻ. तो ये व्यक्ति है धर्मी, ആമേൻ. ഈ വ്യക്തി പാപിയല്ല. ये व्यक्ति पापी नहीं है। നിങ്ങൾ പറയുന്നു അവൻ പാപിയെന്ന്, अब कहते हैं कि वो पापी है, പക്ഷെ എന്റെ അനുഭവത്തിൽ परंतु मेरे अनुभव में പ്രൈസലോട് ന്യായപ്രമാണം പറയുന്നത്, जो ये वचन कहता है പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, पापियों का प्रार्थना परमेश्वर नहीं सुनते, നീതിമാനായിരുന്ന जो धर्मी जन है തന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ अपने इच्छा कैसे करने वाले, പ്രാർത്ഥന उनका प्रार्थना ദൈവം കേട്ട് परमेश्वर सुन മറുപടി നൽകുന്നു. जवाब देते അത് हैं। എന്റെ അനുഭവമാണ്. वो मेरा ഞാൻ अनुभव है, ഇത്രയും കാലം ഇവിടെ ഇരുന്ന് പഠിച്ചതാ. मैं इतना दिन तक ये पढ़ा है, ഇത്രയും വർഷം ഞാനിവിടെ ഒരു ഭിക്ഷക്കാരനായിരുന്നു. इतना समय तक मैं यहाँ पे भिखारी से, ആമേൻ. നിങ്ങളെല്ലാം ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു. सभी लोग जो यहाँ पे सेवकाई की, ആമേൻ. നിങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഈ ആലയത്തിൽ ആരാധന നടത്തി. जो इतना समय तुम लोग ने आराधना रखी, പക്ഷെ എനിക്കൊരു വിടുതൽ നൽകുവാൻ ആരിലും കഴിഞ്ഞില്ല. परंतु मुझे जो है छुटकारा देने के लिए किसी से भी नहीं हुआ। എന്നാൽ ഈ മനുഷ്യൻ, परंतु ये मनुष्य, നിങ്ങൾ പാപി എന്ന് പറയുന്ന മനുഷ്യൻ, पापी करके बोला मनुष्य, നിങ്ങൾ തള്ളിക്കളഞ്ഞ മനുഷ്യൻ, ने जो छोड़ दिया मनुष्य, ആ മനുഷ്യനിൽ കൂടെയാണ് എനിക്ക് വിടുതൽ ലഭിച്ചത്. उस मनुष्य की तरह मुझे जो अनुग्रह मिला, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, इसलिए मैं समझता हूँ ഇവൻ പാപിയല്ല, ये पापी नहीं ഇത് है, നീതിമാനാണ്. ये जो धर्मी है, മാത്രമല്ല सिर्फ वही नहीं है, ഇവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. का प्रार्थना परमेश्वर ने सुना, ആമേൻ. ഇവനാണ് എന്നെ സൗഖ്യമാക്കിയത്. इन्होंने मुझे जो है चंगा किया, വേറെ ആരുടെയും പ്രാർത്ഥന ദൈവം കേട്ടില്ല. और किसी की प्रार्थना नहीं सुना। അപ്പോ ആരാണ് പാപി? तो कौन है पापी? ഇവന്റെ വാക്ക് കേട്ടപ്പോ യഹൂദന്മാർക്ക് കോപം കൊണ്ട് ജ്വലിച്ചു. इनका वचन सुन के जो यहूदी लोग को जो गुस्सा आया, അവർ പറയും, നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നു. कहते हैं कि तो हमें सिखाने आया, പ്രൈസ് ദി ലോർഡ്. ചിലതെല്ലാം ചിലപ്പോ പഠിപ്പിക്കേണ്ടി വരും. कुछ बातें जो है सिखाना पड़े, ചില അറിയാതെ കിടക്കുന്ന ചിലത് പഠിപ്പിക്കേണ്ടി कुछ വരും. नहीं पता बातों को सिखाना അത് पड़ेगा, പഠിപ്പിക്കുന്നത് ചിലപ്പോ കുരുടനായിരിക്കും.
ഭിക്ഷക്കാരനായിരിക്കാം, हो सकता है वो अंधा सिखा रहा हो, ഭിക്ഷക്കാരനായിരിക്കാം, भिखारी सिखा रहा हो, ഒരു या വഴിപോക്കനായിരിക്കാം. जो रास्ते में जाने वाला ആരായാലും कोई भी हो, ചില കാര്യങ്ങൾ ചിലപ്പോ നമ്മയും പഠിപ്പിച്ചെന്ന് कुछ വരും. बातें हमें भी सिखाने का हो सकता നമുക്കറിയാത്ത ചില കാര്യങ്ങൾ അവരിൽ കൂടെ വെളിപ്പെട്ടെന്ന് है, വരും. नहीं पता कुछ बातें उनकी तरफ जो प्रकट करेंगे, പ്രൈസലോട് ഒരു വലിയ പ്രവാചകനെ പഠിപ്പിക്കാൻ जो एक बड़ा जो है व्यक्ति को बताने के लिए ദൈവം ഒരു കഴുതയാണ് എടുത്തത്. परमेश्वर ने जो है एक गधे को उपयोग किया। അപ്പോ പ്രൈസലോട് ചില വലിയവരെ പഠിപ്പിക്കാൻ ചില സാധാരണക്കാരെ ഇടുന്നു. इसीलिए कोई बड़े जन को सिखाने कोई साधन को उपयोग कर सकते हैं। യഹൂദ പ്രമാണിമാരെ പഠിപ്പിക്കുന്നത് ഇപ്പോ ഒരു കുരുടനാണ്. यहूदी के जो मुखिया को सिखा रहे एक अंधा व्यक्ति है। ആമേൻ. യഹൂദന്മാരുടെ പ്രമാണിയായിരുന്നവൻ यहूदियों का जो ऊंचा में था, ആമേൻ പുരോഹിതന്മാരെ वो पुरोहित लोग ഇപ്പോ ഇതാ ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞു മനസ്സിലാക്കി. अभी भिखारी जो उनको बोल के समझा रहे हैं। എന്താണെന്നറിയാമോ? क्या है पता है? നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. धर्म की प्रार्थना परमेश्वर सुनता है। ദൈവഹിതപ്രകാരം നിൽക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. परमेश्वर की इच्छा अनुसार रहने वाला परमेश्वर सुनता है। അവന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ മറുപടി ലഭിക്കത്തുള്ളൂ. उसके प्रार्थना का जवाब ही उत्तर मिलेगा। ആകയാൽ ഇന്ന് പകൽക്കാലം इसीलिए आज നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുക്കാൻ हम കഴിയുമോ? परमेश्वर के चरणों में जो एक तय कर सकते हैं, നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ? हम परमेश्वर के सामने समर्पण कर सकते हैं। സങ്കീർത്തനക്കാരൻ പറയുന്നു, संगीत वाले कहते हैं, യഹോവ എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്, यहोवा मेरी प्रार्थना सुनाई इसीलिए, എന്റെ യാചന കേട്ടതുകൊണ്ട് ये जो है याचना सुनाई इसीलिए, ഞാൻ അവനെ സ്നേഹിക്കുന്നു. मैं उनको प्रेम करता ഞാൻ വെറും സ്നേഹം മാത്രം പറയുന്ന വ്യക്തിയല്ല. हूँ। प्रेम ऐसे बोलने वाले व्यक्ति नहीं। പിന്നെയോ फिर तो ഇന്ന് പകൽക്കാലം आज सुबह के समय ഞാൻ ചില തീരുമാനങ്ങൾ कुछ എടുത്തു. बातों को तय किया, ഞാൻ ചില തീരുമാനങ്ങൾ കൂടെ എടുക്കുക. कुछ बातों को तय किया। യഹോവ എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട്, यहोवा मेरी प्रार्थना सुनाई इसीलिए, ദൈവം എനിക്ക് മറുപടി നൽകിയതുകൊണ്ട്, परमेश्वर ने मुझे जवाब दिया എന്റെ इसीलिए, ജീവകാലമൊക്കെയും मैं पूरे अपनी जिंदगी में ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം जब तक जीवित हूँ तब तक ഒരു പ്രാർത്ഥന മനുഷ്യനായി മാറും. एक प्रार्थना करने वाला मनुष्य बनूंगा, കാരണം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. क्योंकि मेरे प्रार्थना का ഞാൻ जवाब मिलता है। പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട്. जो कुछ भी मैं बोलता हूँ उसका जवाब है, അതുകൊണ്ട് ഞാൻ ഇനിയും പ്രാർത്ഥിക്കും. इसलिए मैं और प्रार्थना करूंगा। ഞാൻ മടുത്തു പോകത്തില്ല. मैं हारूंगा नहीं, ഞാൻ നിരാശപ്പെടത്തില്ല. हम निराश नहीं होंगे। പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നറിയാമോ? क्यों पता है? അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത് കൊണ്ട്. क्योंकि प्रार्थना का जवाब मिलता है। കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്യക്തിയുമായി സംസാരിക്കാനിടയായി. पिछले दिन में एक व्यक्ति के साथ बात किया था। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി ആമേൻ ചില വർഷങ്ങളായി കിടക്കമേല. वो व्यक्ति बहुत समय से जो है बहुत सालों से वो ऐसे लेटा हुआ ही, ആമേൻ. തന്റെ നട്ടലില് അനേകമായ ഓപ്പറേഷൻ നടന്നു. उनके जो पीठ में बहुत सारे ऑपरेशन हुए हैं, അതുകൊണ്ട് താൻ ഇപ്പോഴും ആമേൻ ബെഡിലാ. इसलिए वो अभी भी जो बेड में ही है। തനിക്കൊന്ന് അങ്ങോട്ട് തിരിയണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ഇപ്പോൾ अगर थोड़ा मुड़ना भी है तो किसी का जवाब, किसी का जो है उनको सहायता चाहिए। അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തി പറഞ്ഞൊരു വാക്ക്, उस अवस्था में रहने वाले व्यक्ति ने ऐसा कहा, ആമേൻ. പലപ്പോഴും ഞാൻ വിചാരിച്ചു എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. मैं कभी बहुत बार सोचा कि क्यों ऐसा रखा है। ആമേൻ. പലപ്പോഴും ഞാൻ ചിന്തിച്ചു ഈ ഇത്രയും വേദനയും സഹിച്ച് ഇനിയും ഞാൻ ഇവിടെ എന്തിനാ കിടക്കുന്നത്. मैं कई बार सोचा कि इतना दर्द देखते मैं क्यों यहाँ पे रुका। ഞാൻ ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു, मैंने व्यक्ति से ऐसा कहा, ആമേൻ. നിങ്ങൾ ഇത്രയും പ്രയാസം അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, तुम जो इतना प्रयास, इतना जो तकलीफ होता है, പക്ഷേ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. परंतु परमेश्वर कुछ उद्देश्य है। ഈ അവസ്ഥയിലും ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയും. इस अवस्था में परमेश्वर कुछ कर सकते हैं। എന്തെന്നറിയാമോ? क्यों पता है? അവർ ആ അവസ്ഥയിൽ കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. कि वो अवस्था में रहने से भी प्रार्थना करता है, അവരുടെ കുടുംബത്തിനും തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. उनके जो परिवार के लिए प्रार्थना करता है। അതിന്റെ ഫലമായി उसका जवाब है, അവരുടെ ഒരു കൊച്ചുമകൾ उनका जो पोती है ഇന്ന് അഭിഷേകം പ്രാപിച്ച് ആ ദൈവത്തെ ആരാധിക്കുന്നു. वो अभिषेक प्राप्त करके आराधना कर रहे 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൈതല. हैं, 10वीं में है। ആമേൻ. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ പൈതൽ ആരാധിക്കുന്നു. वो आत्मा में भर के वो आराधना करती है। അതിന്റെ അപ്പന് അത്രത്തോളം വിശ്വാസമില്ല. उनका जो पिता को उतना विश्वास नहीं है। ആമേൻ. പക്ഷേ മാതാവ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. माँ जो आराधना के लिए जा रही थी, പക്ഷെ ഈ വ്യക്തിയെ നോക്കാൻ വേണ്ടി, ഈ സുഖമില്ലാതെ നടക്കുന്ന വ്യക്തിയെ നോക്കാൻ വേണ്ടി ഇപ്പൊ വീട്ടിലിരിക്കുക. ये बीमार व्यक्ति को लेकिन देखने के लिए वो घर में है। ഇവർ പറഞ്ഞൊരു കാര്യം, उसने एक बार से कहा, എന്നെ ദൈവം ഇട്ടേക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. मुझे परमेश्वर से रखा है, उसके लिए कुछ कारण है। ഞാൻ പറഞ്ഞു നിങ്ങൾ നിരാശപ്പെടണ്ട. मैंने कहा निराश मत हो, ആമേൻ. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്തു परमेश्वर തീർക്കാനുണ്ട്. कुछ करना चाहते तुम्हारे द्वारा। ആമേൻ. നിങ്ങൾ നടന്നപ്പോൾ ചെയ്തതിലും അധികം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. जो जो हो चुका है उससे भी ज्यादा परमेश्वर करना चाहते हैं। നിങ്ങൾ ഓടി നടന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അനേക കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കഴിയും. तुम जहाँ भाग के सब कर रहे थे वो उससे भी अधिक काम अभी कर सकते हो। നിങ്ങൾ അനേകർക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ കഴിയും. तुम बहुत सारे लोगों के लिए मध्यस्थ बन सकते हो। ആമേൻ. എന്നോട് പറഞ്ഞു, उससे कहा, പക്ഷെ ഞാൻ നിരാശനല്ല. पास्टर जी मैं दुखी नहीं हूँ, ആ കാരണം എനിക്കിപ്പോ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു. बहुत लोगों के लिए प्रार्थना कर सकते हैं। ആമേൻ. എന്റെ ഓർമ്മയിൽ വരുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ തലമുറകളെയും വഹിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നു. जो मुझे याद में सभी व्यक्ति के लिए उनकी जो है पीढ़ी के लिए प्रार्थना कर, ദൈവം എനിക്ക് നൽകി തരുന്ന എല്ലാ വിഷയത്തിനും വേണ്ടി എനിക്ക് മധ്യസ്ഥ വഹിക്കാൻ കഴിയുന്നു.
परमेश्वर ने मुझे दिया हुआ सारी बातों में जो मैं मध्यस्थ बन पाता हूँ। ഞാൻ നടന്ന സമയത്ത് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ मैं चल के जाने से मैं ही किया हुआ जो कार्य ആമേൻ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നു. वो मैं कर सकता हूँ। ഇതുകൊണ്ട് ദൈവം എന്നെ ഇപ്പോഴും വച്ചിരിക്കുന്നത്. इसलिए परमेश्वर ने मुझे अभी तक रखा। ആമേൻ. ഞാൻ പറഞ്ഞു നിങ്ങളുടെ സമയം പൂർത്തിയാകാതെ പോകാൻ കഴിയത്തില്ല. मैंने कहा कि तुम्हारे समय पूरा नहीं होते हुए नहीं जा सकते, അതുകൊണ്ട് അധൈര്യപ്പെടരുത്. इसीलिए जो है निराश ना होना। ഇപ്പൊ അവർക്ക് 75 വയസ്സായി. अभी उनको जो 75 साल है, അവർ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ ആമേൻ അവരുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. वो जाने वाले कलीसिया के जो पासवान है उनके घर में प्रार्थना के लिए ആ आए। പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞൊരു വാക്ക്, प्रार्थना करने से मैं एक बात ऐसे ഇപ്പൊ कहा, 75 വയസ്സായി. 75 साल है, ഇപ്പൊ കണ്ട 75 എന്ന് अभी തോന്നിക്കത്തില്ല. देखिएगा तो नहीं लगेगा, പക്ഷെ നിങ്ങൾ നടന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അതിലും കുറച്ച് വയസ്സൊക്കെ പറയത്തുള്ളൂ. परंतु अगर तुम चलते रहते, अभी चल सकते होते तो उससे भी कम दिखते, കാരണം കാണുന്നത് പോലെ ശരീരത്തിന്റെ കാണുന്നത് പോലെയുള്ള വയസ്സല്ല പ്രകടിപ്പിക്കുന്നത്. क्योंकि जैसा वो दिखाता है शरीर वैसा नहीं है। എന്തെന്നറിയാമോ? क्यों पता है? അവർക്കൊരു പ്രത്യാശയുണ്ട്. क्योंकि उनको एक आशा है। പണ്ട് CSIയിലെ ആമെ ഒരു പ്രധാന സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയാണ്. पहले CSI में जो एकदम प्रदान का कार्य किया करते थे, ഇന്ന് രക്ഷിക്കപ്പെട്ട് ദൈവവൈദ്യനായതിനു ശേഷം आज उद्धार करके परमेश्वर को अच्छा ദൈവം അവരെ മാനിച്ചു. परमेश्वर उसे सम्मान ദൈവം അവരെ അനുഗ്രഹിച്ചു. परमेश्वर उनको अनुग्रह അവർക്ക് किया, വേണ്ടുന്ന നന്മകൾ നൽകി. उनको सारी भलाइयां दिया, അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. उनके जो है पीढ़ी को परमेश्वर अनुग्रह ഞാൻ किया। പറഞ്ഞു വന്നത് मैं बोल के ദൈവസന്നിധിയിൽ മധ്യസ്ഥ വഹിക്കുന്ന കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. परमेश्वर के चने मध्य से रहने वाले जो परिवार को परमेश्वर आशीष देंगे। ആമേൻ. ഈ ഭക്തൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു, ये जो भक्त परमेश्वर के चरणों में एक तय किया है, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനായി मैं മാറി. एक प्रार्थना करने वाला मनुष्य बना, കാരണം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. तो मेरे प्रार्थना का जवाब है। കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് कई दिनों में से प्रार्थना किया विषयों के लिए മറുപടി ലഭിച്ചില്ല എങ്കിൽ जवाब नहीं मिला है നിരാശപ്പെടരുത്. तो निराश ना हो। ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. आज सुबह परमेश्वर के सामने हम समर्पण करते हैं, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. हमारी आंखों को बंद करते ഒരു നിമിഷം നമുക്ക് हैं, പ്രാർത്ഥിക്കാം. हम प्रार्थना करते हैं। കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചത്, पिछले दिनों में हमने जो प्रार्थना की, ദൈവത്തോട് ചോദിച്ചത്, परमेश्वर जो पूछा था അതിന് മറുപടി ലഭിച്ചില്ല എങ്കിൽ उसका जवाब नहीं मिला है, ഇന്ന് तो പകൽക്കാലം ഒന്ന് പരിശോധിക്കാം. जो है सुबह के समय हम जो है उसको जांचेंगे, എവിടെയാണ് കുറവ് സംഭവിച്ചത്? कहाँ वो जो है कमी हुआ है, എന്തുകൊണ്ടാണ് എനിക്ക് മറുപടി ലഭിക്കാത്തത്? क्यों जो हमें जवाब नहीं मिला है। ഭക്തൻ പറയുന്നു, എന്റെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, वक्त कहता है प्रार्थना सुनने से परमेश्वर को धन्यवाद देता അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്തോത്രം ചെയ്യുന്ന है, വ്യക്തിയായി മാറും. हमेशा परमेश्वर को धन्यवाद देते हैं। ദൈവമായിട്ട് ചെയ്ത ഒരു വാഗ്ദത്തമുണ്ട്, परमेश्वर के साथ किया हुआ एक वायदा है, അത് ഞാൻ സകല ജനവും കാണുക നിവർത്തിക്കും. मैं वो सभी लोगों को देखते हुए मैं करूंगा, എല്ലാവരുടെയും മുമ്പ് തന്നെ ഞാൻ അത് പൂർത്തീകരിക്കും. सभी लोगों के सामने मैं उसे करूंगा, അത് ഞാൻ ആലയത്തിൽ ഞാൻ പൂർത്തീകരിക്കും. वो मैं जो उसके मंदिर में मैं करूंगा, രക്ഷയുടെ പാനപാത്രം ഞാൻ എടുക്കും. उद्धार का पात्र मैं रहूंगा। മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നടക്കും. वही नहीं, परमेश्वर के चरणों में चलूंगा। ഇന്ന് പകൽക്കാലം സമർപ്പിക്കാമോ? मैं ये सुबह के समय क्या समर्पण करते പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. प्रार्थना सुनने वाला परमेश्वर। എബേസ് പ്രാർത്ഥിച്ചു, एबेस प्रार्थना की, ദൈവം മറുപടി നൽകി. परमेश्वर जवाब दिए। ശലോമോൻ ചോദിച്ചു, सुलेमान जी पूछा, ദൈവം നൽകി. परमेश्वर दिए। ഭക്തന്മാർ ദൈവത്തോട് അപേക്ഷിച്ചു, भक्ति लोग परमेश्वर से पूछे, ദൈവം അവർക്ക് നൽകി. परमेश्वर उनको ഇന്ന് दिए। പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ आज सुबह के समय हमारी प्रार्थना सुनने की ആ ദൈവം ഒരുക്കമായിരിക്കുക. परमेश्वर तैयार है। നമുക്ക് ദൈവത്തോട് സംസാരിക്കാമോ? परमेश्वर बात कर सकते हैं, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? परमेश्वर के हाथों में देख നമ്മെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? परमेश्वर बात कर सकते हैं, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. परमेश्वर के हाथों में समर्पण സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, करते हैं। पिता हमारा अच्छा ഈ परमेश्वर, നല്ല പകൽവേളയ്ക്കായി നന്ദി പറയുന്നു. सच्चे सुबह के समय धन्यवाद देते ഒരു हैं। പ്രാവശ്യം കൂടെ और एक बार അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ आपके जो चरणों में आने അങ്ങ് के കൃപ लिए ചെയ്തതിനായി സ്തോത്രം. धन्यवाद देते हैं। അങ്ങ് നൽകിയ നന്മകൾക്കായി നന്ദി പറയുന്നു. दिया हुआ जो है भलाई की धन्यवाद ഒരു देते हैं। പ്രാർത്ഥന വ്യക്തിയായി മാറുവാൻ, एक प्रार्थना व्यक्ति में बदलने की, ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന വ്യക്തിയായി മാറുവാൻ, परमेश्वर धन्यवाद देने वाले व्यक्ति बनने की, രക്ഷയുടെ പാനപാത്രം എടുക്കുവാൻ, और जो है उद्धार का पात्र सुनने के लिए, ദൈവം ചെയ്ത വാഗ്ദത്തം അത് നിവർത്തിക്കുവാൻ परमेश्वर ने किया हुआ जो वायदा वो पूरा होने के ഈ लिए നാളുകൾ ഇതാ ഞങ്ങളെ സമർപ്പിക്കുന്നു. ये दिन में हम अपने आप को समर्पण करते हैं, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. आपके हाथों में समर्पण करते हैं। ആമേൻ. അങ്ങയുടെ ഹിതം പോലെ ഞങ്ങളെ മാറ്റിയെടുക്കുമാറാണ്. आपकी इच्छा के अनुसार हमें बदलना, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. आपकी इच्छा हमारी जिंदगी में पूरा हो, അത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരുവാൻ, हमेशा प्रार्थना करने वाले व्यक्ति പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്ന ഒരു വ്യക്തിയായി തീരുവാൻ, के समय धन्यवाद बोलने वाले व्यक्ति बने। ദൈവം നൽകുന്ന ഉപകാരങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായി തീരുവാൻ परमेश्वर ने दिया हुआ भलाई को हमेशा ഇന്ന് धन्यवाद പകൽക്കാലം देते हैं। അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. आज सुबह के समय क्या तुम्हें समर्पण करते हैं, എല്ലാവരെയും സമർപ്പിക്കുന്നു. सभी लोगों को समर्पण करते ഇന്ന് പകൽക്കാലം വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ. हैं। आज जो है जो सभी लोगों को परमेश्वर आशीष दे। പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. पिता पुत्र पवित्र आत्मा के नाम से अनुग्रह की प्रार्थना करते हैं। അങ്ങ് ഞങ്ങളെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. हमें बल दिया, धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना सुना, धन्यवाद। യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह के अनुग्रह के नाम से ആമേൻ. ആമേൻ. Amen. Amen. Amen.